ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകിട്ട് മഴയൊക്കെ പെയ്ത് കിടക്കുമായിരുന്നു. എന്നാൽ ഒന്ന് നോക്കാമെന്നൊക്കെ ഓർത്ത് ഇറങ്ങിപ്പോകുന്നതാണ്. താഴോട്ട് പോകുന്ന വഴി പിള്ളേർക്കൊന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഏതാണ്ട് സൈക്കിളൊക്കെ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം അയറും ഭർത്താവും കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കട്ടെ എന്നോർത്ത് അവരെയും കൊണ്ട് താഴോട്ട് ഇറങ്ങി പോകാനായിട്ടാണ്. മഴ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയതാണ്. എന്നാൽ രാവിലെയും മഴ തന്നെയായിരുന്നു. ചെറിയ പുഴ, വലുതല്ല, ചാറ്റമഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇവിടെ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കിയിട്ട് പിള്ളേരെ കളിപ്പിക്കാനായിട്ടൊന്നും നിന്നില്ല, തിരിച്ച് കയറിപ്പോയി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ എടുത്ത മാർക്കറ്റിൽ പോയ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള നല്ല തിരക്കുള്ളൊരു മാർക്കറ്റായത്. സൺഡേ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു പോകുന്ന വഴിക്കെല്ലാം. തിരക്കെന്ന് പറയുമ്പം ആളുകളേക്കാൾ കൂടുതൽ വണ്ടികളാണ്. വണ്ടിയിൽ വരുന്നവർ വണ്ടിയിലിരുന്ന് തന്നെയാണ് വില ചോദിക്കുന്നതും. എന്നാൽ അവരൊന്ന് നിർത്തി ഇറങ്ങി ചോദിക്കുന്നില്ല. പകൽ സമയത്ത് ഈ മാർക്കറ്റിൽ വന്നാൽ ഇത്രയും തിരക്കൊന്നുമില്ല. വളരെ കുറച്ച് തിരക്ക് മാത്രമേ ഉള്ളൂ. രാത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തിരക്ക് കാണുന്നത്. भैया അങ്ങനെ നമുക്ക് ആവശ്യത്തിന് മാങ്ങാപ്പഴവും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മളിത് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ വിടുവാണ് കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി കയറ്റി വിടാനായിട്ട് ഇവരെല്ലാവരും ഉണ്ട്. ഐറുമോള, അമ്മച്ചി, തസ്നിയ, ബിയ എല്ലാവരും ഉണ്ട്. ഇവിടെ ഞാനും പിള്ളേരും മാത്രമേ നാട്ടിലേക്കുള്ളൂ. അമ്മച്ചി വരുന്നില്ലിപ്പം. അമ്മച്ചി പിന്നീട് വന്നോളും. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഡേയ്സൊക്കെ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാംഗ്ലൂർ വിടണം. ഒരുപാട് ദിവസങ്ങളായി വന്നിട്ട് ഫത്തയുടെ പള്ളിയിലെ ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഈ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ ഇത്. പലപ്പോഴും പല വീഡിയോകളിലും ചെയ്യണമെന്ന് ഓർത്തിരുന്നു. ഈ പാർക്കിംഗ് സെക്ഷൻ ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്കൊക്കെ ഓരോ സെക്ഷനായിട്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അബിയുടെ വണ്ടി ഇടുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ കൂടെ തന്നെ സ്കൂട്ടി ഇടാം. അങ്ങനെ ഓരോ സ്ഥലമായിട്ടാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ആരും തമ്മിൽ അടിപിടിയൊന്നും ഉണ്ടാക്കുകയില്ല. അവരവരുടെ സ്ഥലത്ത് കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടെങ്കിൽ നല്ലൊരു സെക്ഷനായിരുന്നു പാർക്കിംഗ് സെക്ഷൻ. എന്താണെങ്കിലും ഈ ഫ്ലാറ്റിനോട് ബൈ പറഞ്ഞ് ഇറങ്ങുക കേട്ടോ. ഇപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ബാംഗ്ലൂരിന് രാത്രിയിൽ നല്ലൊരു ഭംഗിയാണെന്ന്. കണ്ടോ, പോകുന്ന വഴിക്ക് ഞാൻ ആ ബാംഗ്ലൂരിൻ്റെ രാത്രിയിലത്തെ ഭംഗിയൊന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ്. നല്ലതുപോലെ LED ബൾബുകളും, എന്താണെന്നറിയില്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഈ മരങ്ങളാണ്. എന്താ ഈ രാത്രി ഇത്രയും ഭംഗി ബാംഗ്ലൂരിന് കൂടുന്നതെന്ന് അറിയത്തില്ല. ലൈറ്റുകൾ, ഷോ ലൈറ്റുകളുടെയൊക്കെ ആയിരിക്കാം.
എന്താണേലും ഷോ കമ്മുകൾ, ഷോ ലൈറ്റുകൾ എന്താണല്ലോ സൂപ്പറാണ്. റോഡിലോട്ട് ഇറങ്ങാൻ തന്നെ നമുക്കൊരിഷ്ടം തോന്നും. എന്താണേലും നമ്മൾ ബാംഗ്ലൂർ വിട്ട് പോകല്ലേ, കുറച്ച് നമുക്ക് ഈ ബാംഗ്ലൂരിൻ്റെ ഭംഗിയും കൂടെ കണ്ടിട്ട് പോകാം. ഓണാവധിക്ക് പിള്ളേരെയൊക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞാണ് അബി എന്നെ കയറ്റി വിടാൻ പോകുന്നത്. നമ്മൾ ഈ ഭാഗമൊക്കെ നേരത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ മാന്യത റെസിഡൻസിയുടെ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ബസ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് സ്ഥലം തന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അരമണിക്കൂർ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് കാരണം അഥവാ കാണാം ട്രാഫിക് ബ്ലോക്ക് എങ്കിലും ഉണ്ടെങ്കിൽ കുടുങ്ങി പോവണ്ട, കറക്റ്റ് സമയത്ത് തന്നെ ബസ്സിൻ്റെ ടൈമിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്നാൽ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ തോതിലുള്ള ബ്ലോക്കേ ഉള്ളായിരുന്നു. സാധാരണ പോലത്തെ വലിയ വലിയ ബ്ലോക്കുകളൊന്നും ആയിരുന്നില്ല. ഇത്രയും ദിവസം ഇവിടെ നിന്നെങ്കിലും രാത്രിയും പകലുമായിട്ടുള്ള അത്യാവശ്യം കാഴ്ചകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി ദിവസങ്ങളായിരുന്നു. അങ്ങനെ താണ്ടെ താമസിക്കാതെ ബസ് വരുമെന്നും പറഞ്ഞ് നമ്മൾ ബസ് നോക്കി നിൽക്കുന്നതാണ്. ഇനി വലിയ താമസം ഇല്ലെന്നാണ് പറഞ്ഞത്, അറിയില്ല, നോക്കാം. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു കാഴ്ച കണ്ടിങ്ങനെ നോക്കി നിന്നതാണ്. അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് തൂക്കുപാലത്തേക്ക് യാത്രയാവുകയാണ്. എന്നോടൊപ്പം നിങ്ങളെയും ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇനി നമുക്ക് വെക്കേഷനോ ഒക്കെ നോക്കി വരാം. ഇൻഷാല്ലാ വരാൻ പറ്റുമോയെന്നറിയില്ല. ഇനി എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വരാം. ബൈ ബൈ. ബാംഗ്ലൂർ സിറ്റിക്കും എല്ലാ കാഴ്ചകൾക്കും ബൈ. എനിക്ക് പോകുമ്പോൾ ഏറ്റവും ടെൻഷനായി റിമോള് കിടന്ന് കാറി ബഹളം വെക്കുക എന്നുള്ളതായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവളെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാമിയും അപ്പവും അക്കിക്കയും പോകും, ഇനി വെക്കേഷനൊക്കെ വരാമെന്ന്. അപ്പം നോ, ഞാനും വരും, വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. എന്താണേലും ഭാഗ്യത്തിന് അവൾ ബഹളം വെച്ചില്ല കേട്ടോ. ഞങ്ങളുടെ ബസ് വന്നപ്പം ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഉമ്മ വന്നു. പക്ഷെ അമ്മച്ചീനെ അവൾ വിട്ടില്ല, ഇറുക്കി പിടിച്ചു. അമ്മച്ചി പോകുമെന്ന് അവൾക്ക് ആകെ പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി വന്നു. ഞങ്ങൾ അടുത്തടുത്ത സീറ്റുകളാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു മക്കൾക്കും എനിക്കും. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ വിടുവാണ്. നമ്മൾ ബസ്സിൽ കയറി. വേണ്ടേ ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരെണ്ണം ഡബിൾ സീറ്റാട്ടോ ഞങ്ങൾ എടുത്തത്, ഒരെണ്ണം സിംഗിൾ സീറ്റുള്ളൂ. നല്ല നല്ല സെറ്റപ്പ് ഉണ്ട്, നല്ല ഇടയൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് വേണ്ട ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് സ്നാക്സുകളും നമുക്ക് തന്നിട്ടുണ്ട് അവർ. നമ്മൾ കയറി ഒരു കുറച്ചങ്ങ് വിട്ട് കഴിഞ്ഞപ്പോൾ സ്നാക്സ് എല്ലാവർക്കും കൊടുത്ത കൂടെ തന്നതാണ്. നല്ലൊരു ബിസ്ക്കറ്റുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടാണിയാണിത്. പലർക്കും പലതാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് കിട്ടിയത് പട്ടാണിയാണ്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറാണ്. നല്ലൊരു സർവീസായിരുന്നു കേട്ടോ ഈ ബസ്സിൻ്റേത്. നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കാപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയേക്കുന്നിടമാണ്. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം തന്നെ അവർ നമുക്ക് അവരുടെ ഭാഷ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയും ഒരുവിധം ഞാൻ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ ആയിട്ട് ചോദിച്ചൊപ്പിച്ച് ഇറങ്ങിപ്പോയി സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു വരും. അങ്ങനെ എന്താണെങ്കിലും നല്ലൊരു സർവീസാണ് ആ ബസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇത് ചോറുണ്ണാൻ വേണ്ടി നിർത്തി തന്നേക്കുന്നതാണ്. ഒരു 11:30 കാണും. ഞങ്ങൾ ഇറങ്ങി. ഞാനും മക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് അബിയുടെ അടുത്ത് നിന്ന് കയറി വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വെള്ളമോ പിന്നെ മോൾക്ക് എന്തോ കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റം ഒക്കെ വാങ്ങിക്കേണ്ടിയുള്ളായിരുന്നു. ചായ വേണമെന്ന് ചോദിച്ചു. മകന് ചായ ഒന്നും വേണ്ട. അങ്ങനെ മമ്മയിലേക്ക് ഭർത്താവ് ഉറങ്ങിയായിരുന്നു. കുക്കും ഞാനും ഉള്ളായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വന്ന് ജസ്റ്റ് അത് കണ്ടിട്ടൊക്കെ കയറി വന്നു. ഞങ്ങൾ കമ്പത്താണ് ബസ് ഇറങ്ങിയേക്കുന്നത്. ഇനി കമ്പത്തു നിന്ന് തൂക്കുപാലത്തേക്ക് പോകണം. അതിന് ബസ് സ്റ്റോപ്പ് ഒന്ന് തേടി എത്തിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം തമിഴ് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ
അവിടെ ആളുകളോട് ചോദിച്ചു ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരികയായിരുന്നു. മോനൊക്കെ ആകെ ടയേർഡാണ് കേട്ടോ. ബസ് യാത്ര ട്രെയിൻ യാത്രയുടെ അത്ര വരികയല്ല ബസ് യാത്ര. നല്ല ക്ഷീണമാണ് മോന്, നമുക്ക് നല്ല യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടായി. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പോയതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് കമ്പത്തൂന്ന് തൂക്കുപാലത്തേക്ക് നമുക്ക് വണ്ടി കിട്ടിയത്. നേരിട്ട് നെടുങ്കണ്ടം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ 3 പേർക്കും കൂടെ ഒരു സീറ്റും കിട്ടി. നല്ല തിരക്കായിരുന്നു കേട്ടോ രാവിലെ ഈ വണ്ടിയിൽ. ആദ്യം കയറിയത് കൊണ്ട് മാത്രം സീറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ നിൽക്കേണ്ടി വന്നേനെ. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് തറവാട്ടിലേക്കാണ്. ഇവിടെ ഫസീനയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ കണ്ട് അടുത്ത് കൂടി വന്നിരുന്നൊക്കെ പരാതികളൊക്കെ പറയുകയാണ്. പിന്നെ ഇച്ചപ്പൻ ഫത്തായിനെ കണ്ട ഇതിൽ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. അവന് ഫത്തായിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേന് ഇച്ചപ്പൻ്റെ നടക്കാൻ തുടങ്ങി കേട്ടോ. ചെരുപ്പൊക്കെ കിട്ടിയ സന്തോഷത്തിന് അവനോടി നടന്ന് കയറി കുഞ്ഞുവൻ്റെ മടിയിലിരിക്കുകയാണ്. ഹായ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തറവാട്ടിൽ വന്നു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ചോറൊക്കെ ഉണ്ട്, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് താണ്ട വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വളരെ സങ്കടം തോന്നിയ അവസ്ഥകളാണ് കാണുന്നത്. ഏലമൊക്കെ അത്യാവശ്യം മറിഞ്ഞ് വീണേക്കുവാണ്. മഴയില്ലല്ലോ, ഇതേവരെ ഇവിടെ മഴ പെയ്തിട്ടില്ല. കണ്ടോ ഏലത്തിൻ്റെ അവസ്ഥ, ഫുള്ള് മറിഞ്ഞു. ഇനിയൊരു മഴ പെയ്താൽ രക്ഷപ്പെടുമായിരിക്കും. ഈ ഒരു കോലവ. ഇതിലേറെ സങ്കടം തോന്നി വഴി നിൽക്കുന്നവരുടെയൊക്കെ ഏലം. ഞാൻ ഈ വരുന്ന വഴിക്ക് തന്നെ ഏലങ്ങൾ ശ്രദ്ധിച്ചാണ് വന്നത്. സങ്കടം തോന്നിയ ആളുകളുടെ ഏലമൊക്കെ കണ്ടപ്പോൾ അത് അത്യാവശ്യം മറിഞ്ഞ് കിടക്കുന്നു. കരിയില മാത്രമേ അവരുടെ ഏലത്തിൽ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് പ്രതീക്ഷയാണ് കയറി വന്നത്. മിക്കവാറും ഇതും അങ്ങനെ പോയി. കുറച്ച് തണവുള്ളത് കൊണ്ടാവാം, ഇടയ്ക്ക് ഓരോ പച്ചപ്പൊക്കെ ഉണ്ട്. മഴ പെയ്താൽ രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ ഇനി വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇവിടെ തീരെയാണ്. ഇനി നമുക്ക് നമ്മുടെ നാടൻ വിഭവങ്ങളും നാടൻ ഊണും നമ്മുടെ നാടൻ രീതികളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. എന്നാലും ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം, വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കാം. ഏകദേശം തക്കാളിയുടെ പണിക്കെട്ടൊക്കെ തീർന്നെന്ന് തോന്നുന്നു. പോയി ഉണങ്ങി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലായിരുന്നല്ലോ. കാക്കു കൊണ്ടുവരും, രാവിലെ കാക്കു പണിക്ക് പോവും, രാത്രിയിലേ വരുവുള്ളൂ. അപ്പോഴത്തേന് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാനൊന്നും കാക്കുവിന് സമയം കിട്ടി കാണുകയല്ല. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തോന്നും എനിക്കറിയത്തില്ല. കൊടുത്തെങ്കിലും അത് കരിഞ്ഞു. നല്ല വേനലല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കോവയ്ക്ക നിൽപ്പുണ്ട്. നല്ല ഭംഗിയായിട്ട് കോവയ്ക്ക കുറച്ച് നിൽപ്പുണ്ട്. അപ്പുറത്തെ കോവലയിലും കാണുന്നത്. തക്കാളിക്കായി ഏകദേശം ഉണങ്ങി തക്കാളി. പിന്നെ ഒരു പയർ പിടിച്ചു വന്നു കേട്ടോ. ഈ പയർ ഞാൻ പോകുമ്പോൾ വലിയ ഒരു ജീവനില്ലാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കയറുമെന്ന് ഓർത്തില്ല. എന്താണേലും ആ പയർ കയറിയിട്ടുണ്ട്. അതാ ആ പയർ ഒരുവിധം കുഴപ്പമില്ലാതെ കയറിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അഹങ്കാരമായിരുന്നു, അത് കയറത്തേ ഇല്ലായിരുന്നു. അടുത്ത തക്കാളിയും അത്യാവശ്യം കരിഞ്ഞ് ഉണങ്ങി. അല്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം അതുപോലെ തക്കാളി നിൽക്കുമായിരുന്നു ഞാൻ പോയപ്പോൾ. ഇഷ്ടംപോലെ തക്കാളിക്കായിരുന്നു. അതും കരിഞ്ഞുണങ്ങി. വെള്ളം
ഞങ്ങൾ പോകുമ്പം ദാണ്ട് ഇവിടെ ഈ കശുമാവ് നിറയെ പൂവിട്ട് നിൽക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. തിരിച്ചു വരുമ്പോഴത്തേന് അവിടെ ഇവിടെയൊക്കെ ഓരോ കായായിട്ട് പഴുത്ത് താഴേക്ക് വീണ് കിടപ്പുണ്ട്. ഈ കശുമാവിൽ ഒരു കൊടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുമുളക് പഴുത്തിട്ടില്ലായിരുന്നു. ദാണ്ട് ഇവിടെ അതും പഴുത്ത് നിൽക്കുകയാണ്. നാളേക്ക് ആയിട്ട് അത് പറിച്ചുണങ്ങാൻ നോക്കണം. പിന്നെ ദാണ്ട് ഇപ്പുറ സൈഡിൽ കുറച്ച് കോവയ്ക്ക കൂടിയുണ്ട്. കുറച്ചേ ഉള്ളൂ അതും പകുതിയോളം ഉണങ്ങിപ്പോയി. ആ സൈഡിലെ ഏലവും ഫുൾ ഉണങ്ങി, കോവലും എല്ലാം കൂടെ ഉണങ്ങി നിൽക്കുകയാണ്. ഒരു മഴ പെയ്താലേ എല്ലാം ശരിയാവുകയുള്ളൂ, പെയ്യുമായിരിക്കും. അങ്ങനെ എന്താണേലും ബാംഗ്ലൂർ വിശേഷങ്ങളും യാത്രകളും എല്ലാം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.